എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് ഒരു യുവതി മരണപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ മരണപ്പെട്ട യുവതിയുടെയും കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചില സംഗതികൾ പറയേണ്ടിയിരിക്കുന്നത്. അതില് പ്രിയപ്പെട്ട ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ ഒരു വീഡിയോ പഴയത് പലരും കുത്തിപ്പൊക്കി വിവാദമാക്കി. അദ്ദേഹം ആ സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത് സിസേറിയൻ ഒഴിവാക്കാൻ പറ്റുന്ന കേസുകളെയൊക്കെ ഒഴിവാക്കണം എന്നാണ്. അപ്പം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ റിൻസി എന്ന് പറയുന്ന മലപ്പുറത്തുള്ള ഒരു ഡോക്ടറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവര് ഉസ്താദിനെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരിഹസിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് മറുപടി പോലും അധിക്കുന്നില്ല. സോ വീഡിയോ പക്ഷെ ആ വീഡിയോയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് അതൊന്നുമല്ല, ഇവയൊക്കെയാണ്. യഥാർത്ഥത്തിൽ 20 അടിച്ച് പക്ഷേ ഡോക്ടർ ഒരാഴ്ച നേരത്തെ നമ്മൾ പിടിക്കാൻ വേണ്ടിയാണ് 4 വർഷം കൂടി ബാച്ച് എടുക്കാം. അവിടെ 10 ദിവസം പോയി ഇപ്പൊ പൊട്ടും വേദന കാര്യമില്ല. ഞാൻ നോക്കിക്കോളാം പറഞ്ഞാൽ സമയം അത് പ്രസവിക്കും. അത് നാച്ചുറൽ പ്രോസസ് ഭയങ്കര സാധനം പഠിച്ചിട്ട് അത് പുറത്ത് കൊണ്ടുവരും. സീസൺ ആവശ്യമില്ല. ഇവരൊക്കെ ഈ പ്രശ്നം വഴി സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? സിസേറിയൻ അഥവാ കത്തി വെക്കുക ഡോക്ടേഴ്സ് അൺനെസസറി അല്ലെങ്കിൽ അൺവാണ്ടഡ് ചെയ്യുന്ന ഒരു ചൂഷണ മാർഗം മാത്രമാണ്. ഡോക്ടർ നേരത്തെ അഡ്മിറ്റ് ആക്കാൻ പറയുന്നത് കത്തി വെച്ച് പൈസ മേടിച്ച് ഓടി വീട്ടിൽ പോകാൻ വേണ്ടി. വെറുതെ ആണോ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നത്? ഇതൊക്കെ എന്നാൽ ആരോഗ്യരംഗത്ത് അറിയപ്പെടുന്ന ഒരു വിദഗ്ധനാണ് ഡോക്ടർ ഹെഡ്ഗെ. അദ്ദേഹം സിസേറിയനെ കുറിച്ച് പറഞ്ഞതും റിൻസി ഡോക്ടറുടെ അഭിപ്രായവും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. Pure business, man. Pure business. 100% business. Left alone, naturally, 99% of the women will deliver through the natural route, which is the ideal route, good for the child, because we live in this world not because of us, but because of the germs that are in us. In our gene, you have only 23,000 human genes and 2.5 trillion germ genes. And between the mouth and the anus, you have 10 to the power 13 germs, which is 100,000 billion germs. And they all come to you while you come out in the genital tract of the mother. You're not listening to me, young lady. You're not caught that last sentence. What did I say last? This is what happens in the class. A lot of students in our talk. Then I asked them, what was the last sentence I said? They don't know. The last sentence I said, young lady, is that most of these germs that you have inside you, which protect you, which are your saviors, and they come to you from your mothers and during the delivery. And if you take a child out from here, that child will not have a good immune system all its life. 1% of women sometimes have obstructed labor where the pelvis is smaller than the head of the child, then cesarean section is needed. But today we do, New York Hospital, they found 90% of cesarean sections. Some very sophisticated English talking, kitty party girls, they want a cesarean section because they don't want to go through labor. That is their concern. സിസേറിയന് ഞാൻ എതിരല്ല. എന്നാൽ അനാവശ്യമായ സിസേറിയനും ഫോളിക് ആസിഡ് കൊടുപ്പുമൊക്കെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമെന്നുള്ളതാണ് വാസ്തവം. സിസേറിയൻ നടക്കുന്നത് കൊണ്ട് വരുന്നത് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത, പ്രതിരോധശേഷി ഇല്ലാത്ത കുട്ടികൾ ജനിക്കുന്നു എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിലെ പ്രസവം വജൈനൽ ബാക്ടീരിയ ഒരു ടച്ച് ഈ കുട്ടിക്ക് കിട്ടുകയും ഭൂമിയിലേക്ക് വരുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. വീഡിയോ ചുരുക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സാധാരണ പ്രസവമല്ല എങ്കിൽ ഈ വജൈനൽ ബാക്ടീരിയ ടച്ച് കിട്ടാതെ പോവുകയും പ്രതിരോധശേഷി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് കാരണമാകുന്നു. അത് പിന്നീട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അതൊക്കെ അവരവരുടെ യുക്തിക്ക് ചുരുക്കി വായിക്കണം. ഇന്നത്തെ കുട്ടികളുടെ രോഗവും പ്രശ്നങ്ങളും ഒക്കെ മിക്കവാറും എല്ലാവരും കുഞ്ഞുങ്ങളെയും തോളയിലിട്ടുകൊണ്ട് മിക്കവാറും ദിവസം ഹോസ്പിറ്റലിലാണ്. അപ്പം ഡോക്ടർ റിൻസി പറഞ്ഞത് സിസേറിയന് ആവശ്യമായ സാഹചര്യത്തിൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാ ഡോക്ടർ റിൻസിയും സൂചിപ്പിച്ചത്. എന്നാൽ റിൻസി പറഞ്ഞതിലെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അസ്ഹരി ഉസ്താദ് പറഞ്ഞതുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് വായിക്കണം. അല്ലാതെ പരസ്പരം ഈ വിഷയത്തിൽ കൊമ്പ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അസ്ഹരി ഉസ്താദ് പറഞ്ഞതും ഡോക്ടർ ഹെഡ്ഗെ പറഞ്ഞതും ഏറെക്കുറെ സമാനമായ കാര്യമാണ്. സിസേറിയൻ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കണം. അതിന് നമ്മൾ മുൻകരുതലെടുക്കണം. അത് പ്രസവ സമയത്ത് മാത്രമല്ല, ഓരോ മനുഷ്യനും ചെറുപ്പകാലം തൊട്ട് കഴിക്കുന്ന ഭക്ഷണം, അത് റിൻസി പറഞ്ഞ കാര്യം സമ്മതിക്കുക തന്നെയാണ്. ബിപിയും കൊളസ്ട്രോളും തൈറോയിഡും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് നിയന്ത്രിച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു ഭക്ഷണ സംസ്കാരം മരുന്നില്ലാതെ ചെയ്യാൻ പറ്റുന്നത് പതിവ് പോലെ ഞാൻ പറയുന്ന ലോ കാർബ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു കീറ്റോ ഡയറ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.